എല്ലാവർക്കും എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതെങ്ങനെ എടുക്കണം, ഇതെങ്ങനെ ആവുമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് തുടങ്ങിയേ ഉള്ളൂ. നൈറ്റുള്ള കാര്യങ്ങളും പിന്നെ എൻ്റെ ഒരു സ്റ്റഡി വ്ളോഗും പോലെയാണ് ഞാനിതിൽ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ഒരു 7:30-7 മണി ആ ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പം മുറ്റത്തുനിന്ന് ഇവിടെയൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാവും കേട്ടോ രാത്രി. അപ്പം ഞാനങ്ങനെ പഠിക്കാനിരിക്കാനേ പ്രത്യേകിച്ച് അങ്ങനെയില്ല. ലീഗലിൽ എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. നമുക്ക് എക്സാം വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മോക്ക് ടെസ്റ്റ് മാതിരി. അതുകൊണ്ട് ഞാൻ ലീഗലാണ് അതുകൊണ്ട് ഇന്നത്തെ സ്റ്റഡിയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ലീഗലാണ്. അപ്പോൾ എനിക്ക് ലീഗലാണെന്ന് എനിക്ക് കുറച്ച് ടഫായ സബ്ജക്റ്റ്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാകും ഞാനിപ്പോൾ എന്താ പഠിക്കുന്നതെന്ന്. അപ്പോൾ ഞാനിപ്പോൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ LLB എൻട്രൻസിന് വേണ്ടിയിട്ട് പഠിക്കുന്നത്. ഈ വീക്ക് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിട്ട. അതുകൊണ്ട് എനിക്കിന്ന് ഹോസ്റ്റലിൽ കുറേ ടൈം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിനി. അപ്പോൾ ഹോസ്റ്റലിൽ കുറേ ആൾക്കാർ വീട്ടിൽ പോയതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരും ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. അതുകൊണ്ട് നല്ല സമാധാനത്തിൽ പഠിക്കാൻ പറ്റിയേനി കേട്ടോ. എനിക്കങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നതിനോട് അത്ര താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഇപ്പായിട്ടുള്ളൊരു സ്വഭാവമാണ് അതെന്താണെന്ന് എനിക്കറിയില്ല. ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് വേഗം പഠിച്ചാൽ മനസ്സിലാവും. അപ്പോൾ എനിക്ക് +1 +2 എല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പം ഭയങ്കരമായിട്ട് പഠിത്തത്തിൽ നിന്ന് കോൺസെൻട്രേഷൻ വിട്ട പോലെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് വീട്ടിൽ കിട്ടുന്ന ആ ഒരു കോൺസെൻട്രേഷനും അതൊന്നും നമുക്ക് ഹോസ്റ്റലിൽ കിട്ടൂല എന്തായാലും. അങ്ങനെ ഞാൻ കുറച്ച് സമയം പഠിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണീച്ചിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഹോൾ കേട്ടോ, ഹോസ്റ്റലത്തെ. ഇതൊരു ഹോമാണ് ഉണ്ടായിനി, ഇതവർ ഹോസ്റ്റലാക്കി മാറ്റിയെന്ന് ആ ചേച്ചി എന്നോട് ഇന്ന് പറഞ്ഞേട്ടാ. ഇതെൻ്റെ റൂമാണ്. റൂം ഫുള്ള് വൃത്തികേടാണ്. പിന്നെ ഇതാണ് കിച്ചൺ കേട്ടോ. കിച്ചൺ എനിക്കിഷ്ടമാണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള കിച്ചണാണ്. അപ്പോൾ സാധാ ഒരു വീട് ഹോംലി ഫീൽ നമുക്കിവിടെ കിട്ടും. പക്ഷേ ഹോസ്റ്റലായതുകൊണ്ട് അങ്ങനെ അത്ര കിട്ടൂല. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് നടന്നു. അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച സ്ഥലം കേട്ടോ. അതുകൊണ്ട് അവിടെ ഫുൾ വൃത്തികേടായിട്ടല്ലത്, ബുക്കൊക്കെ നിരത്തി വെച്ചിട്ട്. ഇതവരെ പൂജാമുറിയാണ് ഉണ്ടായിനി. അങ്ങനെ ഏച്ചി വന്ന്, ഓണർ വന്നു, പിന്നെ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന്. ഇന്ന് മീൻ വറുത്തി ഉണ്ടായിനി കേട്ടോ. അപ്പോൾ അത് എനിക്ക് എൻ്റെ കൈമ തന്നുകൊണ്ട് തന്നെ ഞാനത് പൊത്തി വെക്കാൻ കൊണ്ടുപോകുന്നേ. നമ്മൾ താഴത്തെ റൂമായതുകൊണ്ട് താഴത്തെ റൂമിലത്തെ അവർക്ക് റൂമിലേക്ക് കൊണ്ടുതരും. അപ്പോൾ അതാണേ, റൂം ഫുൾ അത്രയും വൃത്തികേടാണ്. പിന്നെ വൃത്തിയാക്കിയിട്ട് കാര്യമില്ല, എല്ലാവരും അവരവരെ സാധനം വെക്കുമ്പോൾ എന്തായാലും വൃത്തികേടാവും. അപ്പോൾ ഈടെ മീൻ വറുത്തതും ചോറും മാത്രമേ കൊണ്ടുവച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം കൊണ്ടുവെക്കണം അത്രേ. അങ്ങനെ ഞാൻ കുളിക്കാൻ വേണ്ടി പോവേന്നേ. ഇന്ന് കുളിച്ചിട്ടില്ല, ലേറ്റായി. ചൂടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലേറ്റായിട്ട് കുളിച്ചത്. അപ്പോൾ ഇവിടെ ലൈറ്റ് സ്റ്റോർ റൂമിലാണ് എൻ്റെ ബാഗ് ഞാൻ വെക്കുക. അപ്പോൾ ലൈറ്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കിച്ചണിൽ ലൈറ്റ് ഇടേന്നേ. അപ്പോൾ എനിക്ക് ഏതാ കറക്റ്റ് സ്വിച്ച് ഒന്നും ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാനത് തപ്പുന്നിട്ടാ. എൻ്റെ ബാഗ് ഇത് ഞാൻ ഇവിടെയാണ് വെക്കുക. അപ്പോൾ ഞാനങ്ങനെ ബാഗിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുളിക്കാൻ വേണ്ടി പോവേന്നേ. ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് ഭയങ്കര ചൂട് ഇവിടെ കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവേന്ന്. അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ചേച്ചി എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാത്രമൊക്കെ കഴുകി ഫുഡ് കഴിക്കാൻ പോവേന്ന്. എനിക്ക് രാത്രിയത്തെ ഫുഡ് കുഴപ്പമില്ലാണ്ട് ഇഷ്ടമാണ്. കാരണം രാത്രി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും, മീൻ വറുത്തതോ അല്ല തൈര് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ രാത്രി എനിക്ക് എന്തായാലും ഫുഡ് കഴിക്കണം, കാരണം എനിക്ക് എന്തായാലും നല്ല വിശപ്പുണ്ടാവും രാത്രി. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഫുഡ് എന്തായാലും കഴിക്കും രാത്രി. അപ്പോൾ അങ്ങനെ ചോറ്, പിന്നെ എന്തോ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീൻകറി ഞാൻ ഇവിടുന്ന് കൂട്ടലില്ല. മീൻ വറുത്തത് എടുക്കും, പക്ഷേ മീൻകറി കൂട്ടലില്ല. പിന്നെ വൻപയർ കറിയാണ് ഉണ്ടായിനി, പപ്പടവും ഉണ്ടായിനി. അപ്പോൾ എനിക്കത് മതി, എനിക്ക് എത്ര പോരെ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കണം, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ഹോസ്റ്റലിൽ വന്ന് പിന്നെ അത്ര കുഴപ്പമില്ല, നമുക്കത് ശീലമാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ ഭയങ്കര ബോറിംഗ് ആണ്. കാരണം ഇന്ന് സാറ്റർഡേ സൺഡേ ആയതുകൊണ്ടാണ്. കാരണം എല്ലാവരും വീട്ടിൽ പോകുന്ന ഇതായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോയിനി. പക്ഷെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒറ്റയ്ക്കിരുന്ന് ഇന്ന് ഫുഡ് കഴിക്കണ്ടേ. പിന്നെ ഞാനിപ്പോൾ പറയുന്നതിനെല്ലാം എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാകും, കാരണം എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഞാൻ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ വൻപയർ കറി, അത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പം ഞാനിത് എടുത്തിട്ട് ഹാളിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്.
അപ്പോൾ ഫുഡ് കഴിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പട്ടിച്ചോർക്കാൻ നിന്നപ്പോൾ പപ്പടം തെറിച്ച് പോയി ഗൈസ്. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളായിട്ട് ഇന്ന് ഞാൻ എന്താണെന്നറിയില്ല, നല്ല വിശപ്പുണ്ടായതുകൊണ്ട് എല്ലാം കഴിച്ചിനി. അപ്പോൾ അങ്ങനെ അതിന് ശേഷം വേസ്റ്റ് തട്ടാൻ നമുക്ക് ഇവിടെ ഒരു വേസ്റ്റ് ബിന്നുണ്ട്. ഇങ്ങനെ വേസ്റ്റ് ബിൻ ഇവിടെ കൊണ്ടൊക്കെയായി, അല്ലാണ്ട് അങ്ങനെയൊന്നും വേറെ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ വേസ്റ്റൊക്കെ തട്ടി ഞാൻ അങ്ങനെ പാത്രം കഴുകാൻ പോവേന്നേ. അപ്പം എനിക്ക് ഈ ഡബ്ബയും എനിക്ക് അറിയില്ല എത്രത്തോളം ഇത് ശരിയാവുമെന്ന്. ഞാൻ അത്യാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കഴുകിയിട്ട് ഞാൻ പാത്രം റൂമിൽ കൊണ്ടൊക്കെ ഇനി ഞാൻ നെക്സ്റ്റ് വീക്കേ വീട്ടിൽ പോകുന്നുള്ളൂ. അതുവരെ ഞാൻ ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ ബോറടിച്ചിരിക്കണം. ഹോസ്റ്റൽ ടൂർ വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് ഹോസ്റ്റൽ ടൂർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യട്ടോ.